ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു Xylem. നോക്കൂ, ഈ പരീക്ഷയുടെ തലേന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. റിപ്പോർട്ടഡ് സ്പീച്ച്. പരീക്ഷയിൽ 2 മാർക്കിന് മാത്രമേ ഈ ചോദ്യം ചോദിക്കുമെങ്കിലും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ആ 2 മാർക്ക് അടിച്ചെടുക്കുക എന്നുള്ളത് അത്രമേൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ബട്ട് ഇൻ ദിസ് വീഡിയോ വി വിൽ ഹാവ് എ ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദ ടോപ്പിക് റിപ്പോർട്ടഡ് സ്പീച്ച്. ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ വി വിൽ സോൾവ് എ ഫ്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. സർ, എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? വാട്ട് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്? നിങ്ങൾക്കറിയോ, നിങ്ങൾ ചെറുപ്പത്തില് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്തിട്ടുണ്ട്? സംശയമുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ, നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ 4 മുന്നിൽ കൂടെ പോയ സമയത്ത് അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെ കുച്ചു 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 അല്ലേ, എന്തോ ഒരു കുശു 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 ശബ്ദം കേൾക്കുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ സ്റ്റോപ്പ് ചെയ്യുന്നു, നിങ്ങളത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. സംഭവം എന്താണെന്നറിയോ? 4A അഭിജിത്ത് 4B അഞ്ജനയോട് പറയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്ത് പറയാണ്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ആദ്യത്തെ റിയാക്ഷൻ എന്താ? അയ്യോ എന്നാണ്. നിങ്ങൾ രണ്ടാമത് ചെയ്ത കാര്യം എന്താണെന്നറിയോ? യു റാൻ സ്ട്രേറ്റ് ടു ദ ഹെഡ് മാസ്റ്റർ ഓഫ് ദ സ്കൂൾ ആൻഡ് യു സെഡ്, സർ സർ സർ, 4A അഭിജിത്ത് 4B അഞ്ജനയോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. 4A അഭിജിത്ത് 4B അഞ്ജനയോട് ഐ ലവ് യു എന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ ആരോട് പോയി പറയുന്നു? നിങ്ങൾ ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് പോയി പറയുന്നു. ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ ചെയ്തില്ലേ? നിങ്ങൾ ഈ ചെയ്ത കലാപരിപാടിയുടെ പേരാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. 2 പേര് പറയുന്ന ഒരു കാര്യം, 2 പേര് തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ മൂന്നാമതൊരാൾ, ഈ കുറിപ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്ക്, നമുക്കിതിന്റെ ഈ തിയറി പാർട്ടിലേക്ക് വരാം വളരെ പെട്ടെന്ന്. ഒരാൾ പറഞ്ഞ എക്സാക്ട് വേർഡ്സ് അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയാം. എന്നാൽ അതുപോലെ ഉപയോഗിക്കാതെ സ്പീച്ച് മാർക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾ പറയുന്നതിനാണ്, റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നല്ലേ, പക്ഷെ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തായി? അവൻ അവളോട് പറഞ്ഞു, അവന്, എനിക്ക് എന്നുള്ളത് അവനെന്നായി, നിന്നെ എന്നുള്ളത് അവളെന്നായി, ഇഷ്ടമാണ് എന്നുള്ളത് ഇഷ്ടമാണെന്ന് എന്നായി. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ജേക്കബ് ഡേവിഡിനോട് പറയുന്നുണ്ട്, ഐ ആം നോട്ട് ഗോയിങ് ടു ഓഫീസ് ടുഡേ. ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. അവൻ പറഞ്ഞ കാര്യം സ്പീച്ച് മാർക്സിൽ അതുപോലെ എടുത്തെഴുതി. എന്നാൽ ഇതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ജേക്കബ് ടോൾഡ് ഡേവിഡ് ദാറ്റ് ഹി വാസ് നോട്ട് ഗോയിങ് ടു ഓഫീസ് ദാറ്റ് ഡേ. I am not going to office today എന്നുള്ളത് he was not going to office that day. So some changes, ചില ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. ആ ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇനി ഞാൻ ഈ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് രണ്ടും ഒന്നാണ് കേട്ടോ. ഈ റിപ്പോർട്ടഡ് സ്പീച്ച് സെന്റൻസിനെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. ഈ റിപ്പോർട്ടഡ് സ്പീച്ച് സെന്റൻസിനെ ഞാൻ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1, 2, 3. ഇതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആര് ആരോട് പറഞ്ഞു എന്നാണ്. ആര് ആരോട് പറഞ്ഞു എന്നാണ്. ഇവിടെ പറഞ്ഞതാണ്. അത് ചിലപ്പോൾ എന്താവാം? അത് ചിലപ്പോൾ ചോദിച്ചു എന്നാവാം. അല്ലെങ്കിൽ അത് ചിലപ്പോ റിപ്ലൈഡ്, ഉത്തരം കൊടുത്തു എന്നാവാം. ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. അടുത്തത് ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. എന്താണ് ദാറ്റ്? അതവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കൂ, അത് കഴിഞ്ഞിട്ട് ഹി വാസ് നോട്ട് ഗോയിങ് ടു ഓഫീസ് ദാറ്റ് ഡേ. അത് എന്തു പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ എന്തു ചോദിച്ചു എന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് സെന്റൻസിൽ ആര് ആരോട് പറഞ്ഞു എന്നും എന്ത് പറഞ്ഞു എന്നും ഉണ്ടാവണം. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഈ വേർഡിനെ, ലിങ്ക് ചെയ്യുന്ന ഈ വേർഡിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ലിങ്കിങ് വേർഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇതേ സെന്റൻസ് നിങ്ങൾ വേറെ സ്ഥലത്ത് നോക്കൂ. ജേക്കബ് ടോൾഡ് ഡേവിഡ് ദാറ്റ് ഹി വാസ് നോട്ട് ഗോയിങ് ടു ഓഫീസ് ദാറ്റ് ഡേ. നിങ്ങളൊരു റിപ്പോർട്ടഡ് സ്പീച്ച് സെന്റൻസ് എഴുതുന്ന സമയത്ത് അത് ഇങ്ങനെ ഉണ്ടാവും. ആര് ആരോട് പറഞ്ഞു, അതിനെ നമ്മൾ റിപ്പോർട്ടിംഗ് ക്ലോസ് എന്നാണ് വിളിക്കുക. കാണാതെ പഠിച്ച് വെക്കണ്ട. പിന്നെയോ എന്ത് പറഞ്ഞു, അതിനെ നമ്മൾ റിപ്പോർട്ടഡ് ക്ലോസ് എന്നാണ് വിളിക്കുക. ഇത് രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഈ വേർഡിനെ നമ്മൾ ലിങ്കിങ് വേർഡ് എന്ന് വിളിക്കും. ഇനി ഇവിടെ നിങ്ങൾ ടോൾഡ് എന്ന് ഉപയോഗിച്ചില്ലേ, അതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് ഉപയോഗിക്കുക. അത് ടോൾഡ് തന്നെ ആവണമെന്നില്ല. ഒരു ചോദ്യമാണെങ്കിൽ ആസ്ക്ഡ് എന്നായിരിക്കും, ഒരു റിപ്ലൈ ആണെങ്കിൽ റിപ്ലൈഡ് എന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ ഇതിൽ ഓരോന്ന് പഠിക്കാൻ പോവാണ്. ഒരു സെന്റൻസിൽ റിപ്പോർട്ടിംഗ് വേർബ് എപ്പോഴും ടോൾഡ് ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല.
ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ചോദിച്ചതിന് നിങ്ങൾ പറഞ്ഞു എന്നാണോ പറയാ? അല്ല. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കും? നോക്കൂ, ഒരു സെന്റൻസിലെ റിപ്പോർട്ടിംഗ് വേർബ് സെന്റൻസിനനുസരിച്ച്, ടൈപ്പ് ഓഫ് സെന്റൻസിനനുസരിച്ച് മാറും. അതായത് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് സെഡ് എന്നോ അല്ലെങ്കിൽ ടോൾഡ് എന്നോ ആയിരിക്കും. പറഞ്ഞു എന്നർത്ഥത്തിൽ. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യൻ അല്ലാത്ത, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുക. സോ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താണ്? സെഡോ ടോൾഡോ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ്? ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ്? ആസ്ക്ഡ് എന്നാണ്. റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ് എന്നാണ്. കമാൻഡ് ആണെങ്കിൽ കമാൻഡഡ് ആണ്. റിപ്ലൈ ആണെങ്കിൽ എന്താണ്? റിപ്ലൈഡ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എപ്പോഴും എന്തായിരിക്കില്ല? ടോൾഡ് ആയിരിക്കില്ല. എന്ത് വേണമെങ്കിലും ആവും. അടുത്തത് ഞാൻ ഈ ലിങ്കിങ് വേർഡിലേക്ക് വരുന്നു. ലിങ്കിങ് വേർഡിന്റെ കാര്യം ശ്രദ്ധിച്ചോളൂ. ഇവിടെ ദാറ്റ് ആണ്. ഇവിടെ എന്താണ്? ദാറ്റ് ആണ്. ലിങ്കിങ് വേർഡിലും എന്തിനനുസരിച്ച്? സെന്റൻസിനനുസരിച്ച് മാറ്റം വരും. നോക്കൂ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് എന്തായിരിക്കും? ദാറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ, എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ? WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട്, വൈ, വേർ, ഹൂ, വിച്ച്, വെൻ, ഹൗ ലോങ്, ഹൗ ഫാർ, ഇതൊക്കെ വെച്ച് തുടങ്ങുന്ന WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ലിങ്കിങ് വേർഡ്. ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് X വൈയോട് ചോദിക്കുകയാണെങ്കിൽ X ആസ്ക്ഡ് വൈ വാട്ട് എന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. കാരണം ലിങ്കിങ് വേർഡ് അവിടെ വാട്ട് എന്ന് പറഞ്ഞ WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഇനി അടുത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഓക്സിലറി വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ലിങ്കിങ് വേർഡ് എന്തായിരിക്കും? ഇഫ് ഓർ വെദർ ആയിരിക്കും. എന്തായിരിക്കും? ഇഫ് ഓർ വെദർ ആയിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ എന്താ ഉപയോഗിക്കാറ്? ഇഫ് ആണ് ഉപയോഗിക്കാറ്. ഓക്കെ. ഇനി സജഷൻ ആണെങ്കിൽ ഡാറ്റ ആയിരിക്കും. റിക്വസ്റ്റോ കമാൻഡോ ഓർഡറോ ആണെങ്കിൽ 2+V1 ആയിരിക്കും. അത് നമുക്ക് പറയാം. ഓക്കെ, യെസ്. അപ്പൊ ലിങ്കിങ് വേർഡിന്റെ കാര്യത്തിൽ തീരുമാനമായോ? ഇനിയാണ് കളി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളൊരു സെന്റൻസ് തന്നു എന്ന് വിചാരിക്കും. ഞാനൊരു സെന്റൻസ് എഴുതാം. ഇവിടെ അനുഗ്രഹ് എന്ന് പറയുന്ന ഒരാൾ പറയുന്നു, വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്. ഇത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആണ്. ആദ്യം അനുഗ്രഹ് ആരോടാണ് ചോദിച്ചത്? അനുഗ്രഹ് ആസ്ക്ഡ് ആണ് എന്റെ റിപ്പോർട്ടിംഗ് വേർബ്. അർജുൻ. അടുത്ത ലിങ്കിങ് വേർഡ് ആണ്. ഇവിടുത്തെ WH ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആണ് ലിങ്കിങ് വേർഡ്. അപ്പൊ ഞാൻ എന്തെഴുതുന്നു? വേർ എന്ന് എഴുതുന്നു. ഇനി ബാക്കി എഴുതണം. ബാക്കി എഴുതണം. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക. ലിങ്കിങ് വേർഡ് കഴിഞ്ഞ ഉടനെ എൻ്റെ മക്കൾ എന്ത് ഉപയോഗിച്ചോളണം? ലിങ്കിങ് വേർഡ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ സബ്ജക്റ്റ് ഉപയോഗിച്ചോളണം. ഇവിടെ വേർ കഴിഞ്ഞാൽ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? യു ആണ്. ഇവിടെ അർജുൻ ആണായതുകൊണ്ട് ഹി എന്ന് ഉപയോഗിക്കുന്നു. വേർ ഹി എന്ന് എഴുതുന്നു. ഇനിയാണ് പ്രശ്നം. ഇനി എന്താ പ്രശ്നം? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെൻസ് നിങ്ങൾ പാസ്റ്റിലേക്ക് മാറ്റണം. ഇവിടെ ആർ യു ഗോയിങ് എന്നുള്ളതാണ് സാധനം. ആർ യു ഗോയിങ് എന്നുള്ളതാണ് സാധനം. അല്ലെങ്കിൽ ഇവിടുത്തെ വെർബ് ഏതാണ്? ആറാണ്. ഈ ആറിനെ നിങ്ങൾ എന്തിലേക്ക് മാറ്റണം? പാസ്റ്റിലേക്ക് മാറ്റണം. ഈ ആറിനെ നിങ്ങൾ എന്തിലേക്ക് മാറ്റണം? പാസ്റ്റിലേക്ക് മാറ്റണം. ഇതാണ് പരിപാടി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെൻസ് V1 ആണെങ്കിൽ അത് എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? V2ലേക്ക് മാറ്റിക്കൊള്ളണം. ഫോർ എക്സാമ്പിൾ, X എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നു, ഹി പ്ലേ ക്രിക്കറ്റ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതും, എക്സ് സെഡ് ദാറ്റ് ഹി പ്ലേ ക്രിക്കറ്റ് എന്നുള്ളത് എന്താവും? പ്ലേഡ് ക്രിക്കറ്റ് എന്നാവും. കാരണം ഇവിടെ V1 ആണ്, അത് ഇവിടെ വരുമ്പോൾ എന്താവും? V2 ആവും. ഇതാണ് പരിപാടി. V1 വന്ന എന്തായിക്കോളാം? V2 ആയിക്കോളാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ V1 V2 എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആണ് പഠിച്ചു പോവാൻ. പക്ഷേ ആർക്ക് കൂടെ V1 V2 ഉണ്ട് എന്ന് എൻ്റെ മക്കൾ ഓർമ്മിച്ച് വെക്കണം. ഓക്സിലറി വേർബ്സിന് കൂടെ V1 V2 ഉണ്ട്. ആർക്ക് കൂടെ V1 V2 ഉണ്ട്? ഓക്സിലറി വേർബ്സിന് കൂടെ V1 V2 ഉണ്ട്. അത് എൻ്റെ മക്കൾ ഓർമ്മിച്ച് വെക്കുക. നോക്കൂ, ഈസ്, ആം, ആർ ആദ്യത്തെ 3 ഓക്സിലറി വേർബ്സ് ആണ്. ഇവിടെ V1, ഇവിടെ V2, വാസ് ഓർ വേർ ആണ്. ഇതിന്റെ സിംഗുലർ പ്ലൂറൽ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ സൈലന്റ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈസും ആമും ആറും വന്നാൽ റൈറ്റ് സൈഡിൽ എന്ത് വരണം? വാസും വേറും വരണം. ഇനി അതുപോലെ ഡൂം ഡസും വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്ത് വരണം? ഡിഡ് വരണം. ഡൂം ഡസും വന്നാൽ V2 എന്താണ്? ഡിഡ് ആണ്. ഇനി ഹാസും ഹാവും V1 ആണ്. ഹാസിന്റെയും ഹാവിന്റെയും V2 എന്താണ്? ഹാഡ് ആണ്. അതുപോലെ വില്ലിന്റെ V2 വുഡ് ആണ്. ഷോളിന്റെ V2 ഷുഡ് ആണ്. ക്യാനിന്റെ V2 കുഡ് ആണ്. മേയുടെ V2 മൈറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ കൂടെ എൻ്റെ മക്കൾ ഓർമ്മിച്ച് വെക്കണം. ഇതൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കാനുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ ഈ V1കളൊക്കെ വന്നാൽ എന്തിലേക്ക് മാറ്റിക്കോളാം? V2ലേക്ക് മാറ്റിക്കോളാം. റൂൾ നമ്പർ 1. ഇനി അടുത്ത എന്താണ്? V2 വന്നാൽ എന്തിലേക്ക് മാറ്റിക്കൊള്ളാം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റിക്കൊള്ളാം. V2 വന്നാൽ എന്തിലേക്ക് മാറ്റിക്കൊള്ളാം? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റിക്കൊള്ളാം. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. V1 വന്നാൽ എങ്ങനെ, V2 വന്നാൽ എങ്ങനെ ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റണം എന്നുള്ളത്. ഓക്കെ,
സോ ഈ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് V2 എങ്ങനെ ഹാഡ് പ്ലസ് V3 ആവും എന്ന് പഠിച്ചു വെക്കാം. നോക്കൂ, V2 വന്നാൽ എന്തിലേക്ക് മാറ്റിക്കൊള്ളാം? ഹാഡ് പ്ലസ് V3 മാറ്റിക്കൊള്ളാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം പരീക്ഷാ പേപ്പറിൽ. അഡ്വഞ്ചേഴ്സിന്റെ പനിയൻട്രിയിലെ ബോയ് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നു, ഐ സോ എ ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് എ മംഗൂസ്. അപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബോയ് സെഡ് ദാറ്റ് എന്നുണ്ടാവും. കാരണം ദാറ്റ് ആണ്, കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഈ ഐ എന്നുള്ള എന്താവും? ഹി എന്നാവും. ഇനി ഇവിടുത്തെ വേർബ് ഏതാ നോക്കി, ഇവിടുത്തെ വേർബ് സോയാണ്. ഇവിടുത്തെ വേർബ് ഏതാണ്? ഇവിടുത്തെ വേർബ് സോയാണ്. സോ എന്ന് പറഞ്ഞ വേർബ് V2 ആണ്. V2 വന്നാൽ എന്തിലേക്ക് മാറ്റിക്കൊള്ളാം? ഹാഡ് പ്ലസ് V3 മാറ്റിക്കൊള്ളാം. സോ ഹി ഹാഡ്, സീന്റെ V3 ഏതാ? സി സോ സീൻ. സി സോ സീൻ. സോ അവിടെ ഇതെന്താവും? had seen a fight between a cobra and a mongoose. അത് അതുപോലെ തന്നെ എഴുതി വെക്കുക, അവിടെ മാറ്റാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സോ എന്നുള്ളത് എന്തായി? ഹാഡ് സീൻ ആയി. ഇതാണ് ലോജിക്ക്. പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ V2 കാണുമ്പോൾ അട്ടത്ത് നോക്കിയിരിക്കരുത്. V2 കണ്ട് ഉറപ്പിച്ചോ എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? ഹാഡ് സീൻ അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 മാറ്റിക്കൊള്ളണം. ഇനി നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ചോദ്യം, ഈ ചോദ്യം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ, ദ ക്യൂരിയസ് കേസ് ഓഫ് ഡു ഡസൻഡ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിലും ഈ കോൺസെപ്റ്റ് ഉണ്ടോ നോക്കുക. ഹോമിയോപ്പതിന്റെ ഫ്രണ്ട് ഹോമിയോപ്പതിനോട് ചോദിക്കുന്നു, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ? ഇവിടെ ഞാൻ ചോദ്യമാണല്ലോ ചോദിക്കുന്നത്, ഞാൻ ഇതിന്റെ ഉത്തരം എഴുതാൻ പോവാണ്. ഫ്രണ്ട് ആസ്ക്ഡ്, ചോദിച്ചു. ഫ്രണ്ട് ആസ്ക്ഡ് ദി ഹോമിയോപ്പത്ത്. ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്ത് എന്നെഴുതുന്നു. ഇവിടെ ഡിഡ് വെച്ച് ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്നതുകൊണ്ട് അതൊരു യെസ് ഓർ നോ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഞാൻ ഇഫ് എന്ന് വെച്ച് തുടങ്ങുന്നു. എന്ത് വെച്ച് എഴുതുന്നു? ഇഫ് വെച്ച് തുടങ്ങുന്നു. സബ്ജക്റ്റ് ഹി ആണ്. ഇനി ഇവിടുത്തെ വെർബ് ഏതാ? ഇവിടുത്തെ വെർബ് സി ആണോ, അല്ലെങ്കിൽ ഇവിടുത്തെ വെർബ് ഡിഡും സിയും ചേർന്നിട്ടുള്ള ഒരു സാധനമാണോ? ഇവിടുത്തെ വെർബ് ഡിഡ് പ്ലസ് സി ആണ്. എൻ്റെ മക്കളെ ഓർമ്മിച്ച് വെക്കുക, ഞാനിത് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഡിഡ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സോ എന്നാണ്. ഡിഡ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സോ എന്നാണ്, അല്ലെങ്കിൽ V2 ആണ്. എന്താണ്? V2 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, V2 വന്നാൽ എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? ഹാഡ് പ്ലസ് V3 മാറ്റിക്കൊള്ളണം. അപ്പോ ഇഫ് ഹി ഹാഡ് സീൻ the snake now, if he had seen the snake the next day എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ, കാരണം റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിപ്പിക്കേണ്ടത്. സോ ഇവിടെ ഡിഡ് സീ എന്നുള്ളത് എന്താവുന്നു? ഹാഡ് സീൻ ആവുന്നു. അതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, റൈറ്റ്. ഇനിയുണ്ട് ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ ഇനിയുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ സിമ്പിൾ ആണ്. ഇവിടെ V1 വന്നാൽ V2 ആവും, V2 വന്നാൽ ഹാഡ് പ്ലസ് V3 ആവും. ബാക്കിയൊക്കെ നമുക്ക് അറിയാം, കാരണം നമ്മൾ നേരത്തെ V1 V2 പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈസും ആമും ആറും വന്നാൽ വോസും വേറെ ആവും. INGക്ക് ഒരു മാറ്റവും വരില്ല. ഇനിയോ ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു സാധനം വോസ് ഓർ വേർ പ്ലസ് ING ആണ്. ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഐ വാസ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? ഹാഡ് ബീൻ ഗോയിങ് ആയിക്കൊള്ളണം. ഐ വാസ് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാഡ് ബീൻ ഗോയിങ് എന്നാക്കിക്കൊള്ളണം. ഓക്കെ, ഇനി ഇത് നമുക്കറിയാം, എന്ത്? ഹാസും ഹാവും വന്നാൽ ഹാഡ് ആവും എന്ന് നമുക്കറിയാം. ഇനി ഇവിടെ നോക്കിക്കേ, നിങ്ങൾ ഹാഡ് പ്ലസ് V3 വന്നാൽ പരീക്ഷയ്ക്ക് വരൂല്ല. പക്ഷെ ഹാഡ് പ്ലസ് V3 വന്നാൽ അതിനെന്തില്ല? ചേഞ്ച് ഇല്ല. അതുപോലെ തന്നെ ഹാഡ് ബീൻ പ്ലസ് V3 ING വന്നാലും അതിനെന്തില്ല? ചേഞ്ച് ഇല്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. എന്ത്? ഹാസ് ബീൻ, അതായത് ഹാസും ഹാവും വന്നാൽ ഹാഡ് ആവും. അപ്പൊ ഹാസ് ബീനും ഹാവ് ബീനും വന്നാൽ ഹാഡ് ബീൻ ആവും. പിന്നെയോ ഇതും നമ്മൾ പഠിച്ചാണ്, വില്ല് വന്നാൽ വുഡ് ആവും, ഷാള് വന്നാൽ ഷുഡ് ആവും, ക്യാൻ വന്നാൽ കുഡ് ആവും, മേ വന്നാൽ മൈറ്റ് ആവും. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിക്കണം. ഇത് നോക്കി വരച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, ഇന്നൊരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. നോക്കൂ, റിപ്പോർട്ടർ സ്പീച്ചിൽ ഇങ്ങനത്തെ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്തിലേക്ക് മാറ്റിക്കൊള്ളണം? അതിന്റെ പാസ്റ്റ് മീനിങ് കിട്ടുന്ന വേർഡിലേക്ക് മാറ്റിക്കൊള്ളണം. ഫോർ എക്സാമ്പിൾ, ദിസ് വന്നാൽ ഡാറ്റ് ആവണം, ദീസ് വന്നാൽ ദോസ് ആവണം, ഹിയർ വന്നാൽ ഡേർ ആവണം. അതൊക്കെ ഓർമ്മിച്ച് വെക്കുക. ഇവിടെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത് ഇതാണ്. ടുമോറോ വന്നാൽ നെക്സ്റ്റ് ഡേ ആവും, യെസ്റ്റർഡേ വന്നാൽ പ്രീവിയസ് ഡേ ആവും. ടുമോറോ വന്നാൽ നെക്സ്റ്റ് ഡേ ആവും, യെസ്റ്റർഡേ വന്നാൽ പ്രീവിയസ് ഡേ ആവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2022 ഓണ പരീക്ഷ. നോക്കൂ, റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് ഗിവൺ ബിലോ. ആര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്? തൊറാത്തും സത്യജിത് റായും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. നിങ്ങളത് വായിക്കുന്നതിന് മുമ്പ് ഉത്തരം നോക്കൂ. ഉത്തരത്തിൽ ആരോട് ചോദിച്ചു എന്നും ആര് റിപ്ലൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് മുതൽ ചെയ്താൽ മതി? ലിങ്കിങ് വേർഡ് മുതൽ എഴുതിയാൽ മതി. എന്ത് മുതൽ? ലിങ്കിങ് വേർഡ്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. ആ കോൺസെപ്റ്റ് ക്ലിയർ ആവണം. അപ്പൊ ഞാൻ ആദ്യം നോക്കുന്നു, തൊറാത്ത് റായോടാണ് സംസാരിക്കുന്നത്. തൊറാത്ത് ചോദിക്കുന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. എന്ത് ക്വസ്റ്റ്യൻ ആണ്? WH ക്വസ്റ്റ്യൻ ആണ്. സത്യത്തിനാണ് ഉത്തരം. അതൊരു ഉത്തരം പലപ്പോഴും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കൂ,
തൊറാത്ത് ആസ്ക്ഡ് റായ്. യെസ്, WH ക്വസ്റ്റിന്റെ ലിങ്കിങ് വേർഡ് എന്താ? സെയിം ക്വസ്റ്റ്യൻ വേർഡ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു? ഹൗ എന്ന് എഴുതുന്നു. തൊറാത്ത് ആസ്ക്ഡ് റായ് ഹൗ. ഓക്കെ, ലിങ്കിങ് വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതാം. ഐ എന്നുള്ളത് എന്താവും? ഹി എന്നാവും. ഹൗ ഐ എന്നുള്ളത് എന്താവും? ഹി എന്നാവും. ഇനി ഇവിടുത്തെ വെർബ് ക്യാൻ ഹെൽപ്പ് ആണ്. എന്താണ്? ക്യാൻ ഹെൽപ്പ് ആണ്. അവിടെ ഹെൽപ്പ് നിങ്ങൾ ഹെൽപ്ഡ് ആക്കണ്ട, ക്യാൻ മാത്രം മാറ്റിയാൽ മതി. ക്യാൻ എന്നുള്ളത് എന്താവും? ക്യാൻ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാൻ വന്ന എന്താവും? കുഡ് ആവും. ഹൗ ഹി കുഡ് ഹെൽപ്പ് യു എന്നുള്ളത് അവനെ എന്നാവും, ഹിം എന്നാവും. ആ സാറ് വേണ്ട. ഹൗ ഹി കുഡ് ഹെൽപ്പ് ഹിം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഇതിന്റെ ഉത്തരം നോക്കിക്കോളൂ. റായ് റിപ്ലൈഡ് ഉത്തരമാണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ലിങ്കിങ് വേർഡ് എന്തായിരിക്കും? ദാറ്റ് ആയിരിക്കും. ഈ ലിങ്കിങ് വേർഡ് കൃത്യമായി എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. റായ് റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ളത് എനിക്ക് എന്നുള്ളത് അവന് എന്നാവും. നീഡാണ് ഇവിടുത്തെ വേർബ്. നിങ്ങൾ V2 മാറ്റേണ്ടത്, അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് മാറ്റേണ്ടത് നീഡാണ്. നീഡിന്റെ V2 എന്താ? സിമ്പിൾ അല്ലേ? നീഡിന്റെ V2 എന്താണ്? നീഡഡ് ആണ്. ഹി നീഡഡ് എ ടൈഗർ. ഹി നീഡഡ് എ ടൈഗർ ഫോർ മൈ അപ്കമിങ് ഫിലിം. മൊത്തം വായിച്ചു പോകണം കേട്ടോ. മൈ അപ്കമിങ് ഫിലിം എന്നുള്ളത് ഹിസ് അപ്കമിങ് ഫിലിം എന്നാവും. എന്താവും? ഹിസ് അപ്കമിങ് ഫിലിം എന്നാവും. മനസ്സിലായോ? യെസ്. ഒരു ചോദ്യം കൂടെ നമ്മൾ ചെയ്യുന്നു. ഇവിടെ ഗ്രാൻഡ് ഫാദറും ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഗ്രാൻഡ് ഫാദർ ബോയ്. ഗ്രാൻഡ് ഫാദർ ചോദിക്കുന്നത് നോക്കൂ, ഇങ്ങനെയാ വരിക കേട്ടോ ക്വസ്റ്റ്യൻ. ഇത് 2019 ഓണപരീക്ഷയാണ്. WH ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഉത്തരം കൊടുക്കുന്നു. ഉത്തരം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല, നിങ്ങൾ ആദ്യം മുതൽ എഴുതണം. ആദ്യത്തെ ചോദ്യം എന്താണ്? എന്താണ് ഗ്രാൻഡ് ഫാദർ കുട്ടിയോട് ചോദിച്ചത്? ഞാൻ എഴുതുന്നു. നോക്കൂ, ഗ്രാൻഡ് ഫാദർ അവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ് ചോദിച്ചു എന്നാണ്. സോ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ്. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ്. എന്താണ് ലിങ്കിങ് വേർഡ്? സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആണ്. എന്താണ്? സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഏതാണ്? വൈ. സബ്ജക്റ്റ് ഏതാണ്? യു ആണ്. അപ്പൊ യു എന്നുള്ളത് നീ എന്നുള്ളത് അവന് എന്നാവും, ഹി ആവും. ഡു ലുക്ക് ആണ് സബ്ജക്റ്റ്. ഡു ലുക്ക് ആണ് സബ്ജക്റ്റ്. ഓക്കെ, 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാം. ഒന്നാമത് നിങ്ങൾക്ക് അറിയണം, ഡു ലുക്ക് ഏത് വേർബിന്റെ കൂടെ ഡു ചേർത്താലും സെയിം വേർബ് ആയിരിക്കും. ഒരു 1 കൊണ്ട് ഗുണിക്കുന്ന പോലെയാണ്. ഓക്കെ, ഡു ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്ക് എന്നാണ്, V1 എന്നാണ്. അപ്പൊ V1 എന്തായിക്കോളണം? V2 ആയിക്കോളണം, ലുക്ക്ഡ് ആയിക്കോളണം. വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ് എന്നാവും. വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ് എന്നാവും. അല്ലെങ്കിൽ വേറെ രീതിയിലും കൂടെ എഴുതാം. നിങ്ങൾ എന്ത് എഴുതും? വൈ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതും? വൈ കഴിഞ്ഞിട്ട് ഇത് വേറെ രീതിയിൽ എഴുതുവാണ്. വൈ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഡൂവിനെ എന്താക്കും? ഡിഡ് ആക്കും. കാരണം ഡൂവിന്റെ ഡസിന്റെ V2 ഡിഡ് ആണല്ലോ. വൈ ഡിഡ് ഹി ലുക്ക് എന്ന് എഴുതും. വൈ ഡിഡ് ഹി ലുക്ക് എന്ന് എഴുതും. 2 എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ശരി. അടുത്തത് ബി ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുന്നു നോക്കൂ. വാട്ട് വാസ് ദ ബോയ്സ് റിപ്ലൈ? അപ്പൊ ഞാൻ എഴുതുന്നു ദ ബോയ് റിപ്ലൈഡ് എന്ന് എഴുതുന്നു. ദ ബോയ് റിപ്ലൈഡ് എന്ന് എഴുതുന്നു. ഇനി ഞാൻ എഴുതേണ്ട ലിങ്കിങ് വേർഡ് ഏതാണ്? ദാറ്റ് ആണ്. കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ദാറ്റ് ഐ എന്നുള്ളത് ഹി നാവും. സോ ഞാൻ പറഞ്ഞു, സോ V2 ആണ്. സോ എന്താണ്? V2 ആണ്. V2 വന്നാൽ എന്താവണം? വീഡിയോ പുറകെ പോയിട്ട് കാണും. V2 വന്നാൽ എന്താവണം? ഹാഡ് സീൻ ആവണം. അപ്പോ V2 വന്നാൽ had seen. He had seen a thrilling fight between a cobra and a mongoose. അതുപോലെ തന്നെ എഴുതുക. അവിടെ മാറ്റാൻ, പാസ്റ്റിലേക്ക് മാറ്റാൻ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ നമ്മൾ ചെയ്യും. സോ അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും വരണം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ആലോചിച്ച് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, വളരെ ആലോചിച്ച് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഇടുക. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ലൈവില് ഇതൊന്നുകൂടെ നമ്മൾ പഠിക്കും. നമ്മൾ നാളത്തെ പരീക്ഷയ്ക്ക് ഇത് അടിപൊളിയായിട്ട് എഴുതും. ഇതൊന്ന് ചെയ്തു നോക്കി. ഇത് നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് പീപ്പിൾ. ഹാപ്പി ലേണിംഗ്. ബൈ.